So after the number question, so we have to calculate the shear stress distribution for the given cross section. Okay. So നമ്മൾ തന്നിരിക്കുന്ന cross section എന്ന് പറയുന്നത് it is a T cross section. Okay. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ Q is equal to FAY bar divided by IB. ആ ഇക്വേഷൻ നമുക്ക് എപ്പോഴും പഠിച്ചിരിക്കണം. Q is equal to FAY bar divided by IB. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിച്ച വേറൊരു ഇക്വേഷൻ ബെൻഡിങ് സ്ട്രെസ് M by A is equal to sigma by Y. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ് ആണ്, Q എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ Q is equal to FAY bar divided by IB. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന സെക്ഷനിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ടോപ്പ്, ഏറ്റവും ബോട്ടം, പിന്നെ എവിടെയാണോ ഏരിയയിൽ ചേഞ്ച് വരുന്നത്, വിഡ്ത്തിൽ ചേഞ്ച് വരുന്ന ഈ പോയിന്റ്, അതേപോലെ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇത്രയും പോയിന്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ വിഡ്ത്തിൽ ചേഞ്ച് ചെയ്യുന്ന ഈ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ച് എന്നും പറയാം, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ വെഡ്ജ് എന്നും പറയാം. വെബ്, ടോപ്പ് ഓഫ് ദ വെബ് എന്നും പറയാം. This is called web, this is called flange. So it is if we are considering this as the bottom of the flange, അവിടുത്തെ width എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന B യുടെ വാല്യൂ, B is the width of the section, B യുടെ വാല്യൂ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. And if we are considering this section as the top of the web, വെബിന്റെ ടോപ്പ് പോർഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ width എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന B യുടെ വാല്യൂ എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം I ആവശ്യമുണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ I. അപ്പോൾ I കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് സെൻട്രോയിഡ്, Y ബാറിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. Y ബാറിന് ഇതിന്റെ സെൻട്രോയിഡ്. ആ Y ബാറും ഈ Y ബാറും സെയിം അല്ല കേട്ടോ, ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, ഫസ്റ്റ് വിൽ കാൽക്കുലേറ്റ് ദ Y ബാർ യൂസിങ് ദ ഇക്വേഷൻ A1Y1 plus A2Y2 divided by A1 plus A2. Okay. First section, then the first section 120 into 12. First section, the number 1 എന്ന് പേര് കൊടുത്തു. First section 120 into 12 into ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ടോപ്പ് എന്നാണ് എടുത്തേക്കുന്നത്. ഫ്രം ദ ടോപ്പ് ഫൈബർ ആണ് അവർ Y ബാർ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് മാർക്ക് ആസ് Y ബാർ. നമുക്ക് എവിടെ നിന്ന് വേണേൽ എടുക്കാം. അപ്പൊ നമ്മൾ കിട്ടുന്ന ഒരു ടോപ്പ് നിർത്തുകൊണ്ട് അവർക്ക് ടോപ്പിന് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടി, ബോട്ടത്തിൽ നിർത്താൽ ബോട്ടത്തിന് ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടും. Y ബാർ നമ്മൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ടോപ്പ് നിർത്തുകൊണ്ട് ആദ്യത്തെ സെക്ഷന്റെ ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക് 1 മിനിറ്റ്, ആരോ ഒരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇതെല്ലാവരും ആഡ് ചെയ്താണല്ലോ. നന്ദകിഷോർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നന്ദകിഷോർ മുന്നേ ഗൂഗിൾ ക്ലാസ് റൂമിൽ കൊടുത്ത ഐ ഡി വെച്ചിട്ടല്ല ജോയിൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ കൊടുത്ത ഐ ഡി ആണെങ്കിൽ നമുക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അടുത്ത തവണ ജോയിൻ ചെയ്യുമ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഐ ഡി വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം. ഇത്തവണ ഓക്കെ, കുഴപ്പമില്ല. ക്ലാസ്സിന്റെ ഇടയിൽ ഇങ്ങനെ പെർമിഷൻ ചോദിച്ചാൽ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, സോ 120 into 12 into 6 ഇറ്റ്സ് ഏരിയ ഇൻറ്റു Y ബാർ. അതായത് ഫ്രം ദ ടോപ്പ് ഫസ്റ്റ് സെക്ഷൻ സെന്ററിലേക്ക് 6 വരുള്ളൂ. ടോട്ടൽ 12 ആണെങ്കിൽ അതിന്റെ നേരെ പകുതി 6 വരുള്ളൂ. സെക്കൻഡ് സെക്ഷന്റെ ഏരിയ ടോട്ടൽ വിഡ്ത്ത് 120 ആണ്, അതിൽ നിന്ന് 12 മൈനസ് ചെയ്യും, അതായിരിക്കും അതിന്റെ ഹൈറ്റ്. അപ്പൊ 120 മൈനസ് 12 അതിന്റെ ഹൈറ്റ്, അതിന്റെ വിഡ്ത്ത് 12 പ്ലസ് ഇതിന്റെ സെന്റർ ഡിസ്റ്റൻസ് 12. ഇത് 12 ആണ്. 12 പ്ലസ് ബാക്കിയുള്ള അതിന്റെ പകുതി, 12 പ്ലസ് 120 മൈനസ് 12/2, അതായിരിക്കും അതിന്റെ ഇൻഡിവിജ്വൽ Y ബാർ. അപ്പൊ ടോട്ടൽ കിട്ടുമ്പോൾ നമുക്ക് Y ബാറിന്റെ വാല്യൂ 34.42. ആ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ആണ്. ഇതാണ് 34.42 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇവിടെ ആയിരിക്കും. അതൊരിക്കലും 34.42 ആയിരിക്കില്ല, അത് വിൽ ബി ലാർജർ ദാൻ 120 മൈനസ് 34.42 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയിട്ട് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇനി I കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ Y ബാർ നമ്മൾ യൂസ് ചെയ്യും. അതിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യണമല്ലോ. ഓക്കെ, ഈ I കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും IgG പ്ലസ് AH ബാർ സ്ക്വയർ. അപ്പൊ ഫസ്റ്റ് സെക്ഷന്റെ IgG എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്ഷന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാംഗുലർ ആണ്. ഇതിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാംഗുലർ ആണ്. റെക്ടാംഗുലറിന്റെ ഐയുടെ വാല്യൂ BD³/12. സോ ബ്രെഡ്ത്ത് 120, ഡെപ്ത് 12, BD³/12, 120 into 12³ പ്ലസ് AH ബാർ, ഏരിയ 120 into 12. H ബാർ എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക്, അതായത് നമ്മൾ 6 എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാർക്ക് ചെയ്ത സാധനം 6 മൈനസ് Y ബാർ സ്ക്വയർ. സോ H1 ബാർ ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് H1 ബാർ is equal to Y1 മൈനസ് Y ബാർ. ഇത് H2 ബാർ ആണ്. H2 ബാർ is equal to Y2 മൈനസ് Y ബാർ. ഓക്കെ, Y2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 120 മൈനസ് 12/2 ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സെക്ഷൻ എടുക്കുമ്പോൾ BD³/12 ബ്രെഡ്ത്ത്
12 ആണ്. സെക്കൻഡ് സെക്ഷൻ ഇതാണ് നമ്മൾ സെക്കൻഡ് സെക്ഷൻ വെബ് എന്ന് പറയുന്നത്. അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12 ആണ്. അതിന്റെ ഡെപ്ത് ആണ് കൂടുതൽ. ഡെപ്ത് എന്ന് പറയുന്നത് 120 മൈനസ് 12 ദാറ്റ് ഈസ് 108. BDQ by 12 plus AH bar 12 into 108 into Y minus Y bar. അപ്പോൾ Y bar എന്ന് പറയുമ്പോൾ ഈ വാല്യൂ അതിന്റെ 12 plus 108 ആ വാല്യൂ കിട്ടും. അപ്പോൾ 34 ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് ഐയുടെ വാല്യൂ 29.36930 millimeters ആയി കിട്ടി. ഇനി നമ്മൾ ഓരോ സെക്ഷനായിട്ട് നമ്മൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് വിൽ കാൽക്കുലേറ്റ് ദ ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ സെക്കൻഡ് നമ്മൾ ടോപ്പ് ഓഫ് ദ ബോട്ടം ഫ്ലാഞ്ച് ചെയ്യും. പിന്നെ ന്യൂട്രൽ ആക്സിസ്. അങ്ങനെ 3 പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ബാക്കി 2 പോയിന്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് 0 ആയിട്ട് വരും. ഓക്കെ. Okay. First we will calculate the stress at the bottom of the flange. Flange പറയുന്നത് ഇത് അതിന്റെ ബോട്ടം എന്ന് പറയുമ്പോൾ ഈ റീജിയൻ. അവിടുത്തെ ബ്രെഡ്ത്തിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അവിടുത്തെ ബ്രെഡ്ത്തിന്റെ വാല്യൂ 128 ആണ് വരിക. അവിടുത്തെ ബ്രെഡ്ത്ത് 120 ആണ്. Q is equal to FAY bar divided by IB. B കിട്ടി. I ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. A ആ സെക്ഷന്റെ ഏരിയ നമുക്ക് ആവശ്യമില്ല. AY bar. ഓക്കെ. AY bar നമ്മൾ ഏത് സെക്ഷനാണോ അനലൈസ് ചെയ്യുന്നത് ഈ ലൈനാണ് അനലൈസ് ചെയ്യുന്നത്. ഈ പോയിന്റാണ് നമ്മളിപ്പോൾ ഈ ലൈനാണ് അനലൈസ് ചെയ്യുന്നത്. അതിന്റെ ടോപ്പോ ബോട്ടമോ ഉള്ള സെക്ഷന്റെ ഏരിയ. അപ്പൊ എനിക്ക് ഏത് വേണം എടുക്കാം. ഒന്നെങ്കിൽ ടോപ്പ് എടുക്കാം, ബോട്ടം എടുക്കാം. ഇതിൽ ടോപ്പ് എടുത്താലും ബോട്ടം എടുത്താലും Y bar തന്നെ ആൻസർ. സോറി, സെയിം റെക്ടാങ്കിൾ തന്നെ വരിക. ടോപ്പ് എടുക്കുകയാണെങ്കിൽ 120/12 എന്ന് പറയും. ബോട്ടം എടുക്കുകയാണെങ്കിൽ 98/12 എന്ന് പറയും. ഓക്കെ. രണ്ടെടുത്താലും സെയിം തന്നെ ആൻസർ വരും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ടോപ്പ് എടുത്തു. അപ്പൊ ടോപ്പ് ഫൈബറിന്റെ ഏരിയ എന്ന് പറയുന്നത് 120/12. ഇനി Y bar എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിന്റെ നമ്മൾ ഏത് സെക്ഷൻ എബോവ് എടുത്ത സെക്ഷന്റെ സെന്ററും നമ്മുടെ Y bar നമ്മൾ സംസാരിക്കും. ഈ Y bar എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷന്റെ സെന്റർ പോയിന്റ്, നമ്മൾ കൺസിഡർ ചെയ്ത ലൈൻ, നമ്മളിപ്പോ ഈ പോയിന്റിലാണ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എബോ ഓർ ബിലോ ഉള്ള സെക്ഷൻ കൺസിഡർ ചെയ്യാം. എബോ സെക്ഷൻ കൺസിഡർ ചെയ്തു. ആ സെക്ഷന്റെ സെന്ററും ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ Y bar ആയിട്ട് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 28.42 millimeter. സോ Q ഈസ് ഈക്വൽ ടു FAY bar. F തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 25 kilonewton തന്നിട്ടുണ്ട്. F is 25 kilonewton, 25 × 10⁻³ ഡിവൈഡ് ബൈ IB. ബിയുടെ വാല്യൂ നമ്മൾ ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ച് എടുത്തേക്കുന്നത്. ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ച് എടുത്തുകൊണ്ട് ബിയുടെ വാല്യൂ 120 ആണ്. ആൻഡ് ഐയുടെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റു AY bar. A കിട്ടി, Y bar കിട്ടി. അപ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടി. ഇനി ഇതേ ഇക്വേഷൻ തന്നെ വി ക്യാൻ യൂസ് വിത്ത് ദ വാല്യൂ ഓഫ് B is equal to 12 വെച്ചിട്ട് യൂസ് ചെയ്യാം. അതെന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ചെയ്തത് ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ച് ആണെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ വെബ് ആയിരിക്കും. സെയിം, എല്ലാം സെയിം തന്നെ. ഒരേ ഒരു വ്യത്യാസം മാത്രം, ബിയുടെ വാല്യൂ മാത്രം നമ്മൾ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ വിൽ ഗെറ്റ് എ ലാർജർ സ്ട്രെസ്. ഇവിടെ നമുക്ക് 2.9 കിട്ടിയെങ്കിൽ ഇവിടെ എനർജി ലാർജർ ആയിരിക്കും. ഇവിടെ 29 Nm² കിട്ടും. രണ്ട് സ്ട്രെസ് ആയി. ഓക്കെ. ഇനി നമുക്ക് ഒരെണ്ണോടും കാൽക്കുലേറ്റ് ചെയ്യാണ്ട് അത് ന്യൂട്രൽ ആക്സിസ് ആണ്. ഓക്കെ. ഇനി ന്യൂട്രൽ ആക്സിസ് എടുക്കും. ന്യൂട്രൽ ആക്സിസ് എടുക്കുമ്പോൾ ന്യൂട്രൽ ആക്സിന്റെ എബോ ഓർ ബിലോ ഇല്ലാതെ നമ്മൾ രണ്ട് സെക്ഷൻസ് എടുക്കണം. ന്യൂട്രൽ ആക്സിന്റെ എബോവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു T സെക്ഷൻ ആണ്. ന്യൂട്രൽ ആക്സിന്റെ എബോവ് T സെക്ഷൻ ആണ്. ബിലോ എടുക്കുകയാണെങ്കിൽ അതൊരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് ബിലോ എടുക്കുന്ന സൗകര്യം, കാരണം റെക്ടാങ്കിളിന്റെ ഡയറക്റ്റ് നമുക്ക് Y barന്റെ വാല്യൂ എടുത്ത് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കി എന്താ ഏരിയയുടെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാൻ പറ്റും. ഇനി ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ എങ്ങനെ കിട്ടും? നമുക്ക് ഇത്രയും ഭാഗത്തിന്റെ ഏരിയ മാത്രം മതി. സോ ഈ ഹൈറ്റ് എത്രയാണെന്ന് അറിയണം. നമുക്കറിയാം ഇതുവരെ Y barന്റെ വാല്യൂ അറിയാം. ഇത് 120 അറിയാം. അപ്പോൾ 120 Y bar കുറച്ചാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. സോ വിൽ ഗെറ്റ് 120 മൈനസ് Y bar. 120 മൈനസ് Y bar ചെയ്താൽ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഹൈറ്റ്. ആൻഡ് വിഡ്ത്ത് നമുക്ക് ഓൾറെഡി അറിയാം. ദാറ്റ്സ് ഈക്വൽ ടു 12. സോ വിൽ ഗെറ്റ് ദ ഏരിയ. അപ്പൊ AI. ഇനി Y bar എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷന്റെ സെന്റർ അതാണ് അതിന്റെ ടോട്ടൽ ഹൈറ്റ്. അതിന്റെ സെന്റർ ഏകദേശം ഇവിടെ വരും. ആ ഡിസ്റ്റൻസ് എത്ര നമുക്ക് അറിയണം. ഇതെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത വാല്യൂ ഉണ്ടല്ലോ 120 മൈനസ്
34.42. അതിന്റെ നേരെ ഹാഫ് ആയിരിക്കും അതിന്റെ വാല്യൂ. ഓക്കെ, അതും ന്യൂട്രൽ നമ്മൾ ഡിസ്റ്റൻസ് ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ദാറ്റ് വാല്യൂ ഇസ് ഇക്വൽ ടു 42.79 ആയിരിക്കും നമ്മുടെ y ബാറിന്റെ വാല്യൂ. അപ്പോൾ a y ബാർ എന്ന് പറയുമ്പോൾ ഏരിയ ഇൻറ്റു y ബാർ കിട്ടും. q ഇസ് ഇക്വൽ ടു അവിടുത്തെ ബ്രെഡ്ത്ത് IB, ബ്രെഡ്ത്ത് 12 ആണ്, i നമുക്ക് ഓൾറെഡി അറിയാം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു, y ബാറും കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് വിൽ ബി 31.17. ഓൾവേസ് ന്യൂട്രൽ ആക്സിസിലെ സ്ട്രെസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സ്ട്രെസ്സിനായിട്ടും കൂടുതലായിരിക്കും. ഷിയർ സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിലായിരിക്കും ഏറ്റവും ലാർജർ ക്വാണ്ടിറ്റിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പം എക്സാം ചെയ്തത് തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി, ന്യൂട്രൽ ആക്സിസിൽ ടോപ്പ് കിട്ടണമെന്ന് വെച്ചാൽ മതി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിഗർ വീണ്ടും എടുത്ത് വരയ്ക്കാം. 5 പോയിന്റ്സ്, ഏറ്റവും ടോപ്പ് പോയിന്റ് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം, ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാം, അതുപോലെ ന്യൂട്രൽ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം, സെക്കൻഡ് പോയിന്റ് മാർക്ക് ചെയ്യാം, 2.9, 29, 31.17 എന്നിട്ട് ലാസ്റ്റ് 0, രണ്ട് എൻഡ് പോയിന്റ് 0. അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് സ്മൂത്ത് കർവ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. സെയിം ലൈൻ ആകുമ്പോൾ മാത്രം സ്ട്രേറ്റ് ലൈൻ വെച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് സ്മൂത്ത് കർവ് വെച്ചിട്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ശരിക്കും സ്മൂത്ത് കർവ് ആണ്, സ്മൂത്ത് കർവ് ആണ്, സ്മൂത്ത് കർവ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതിനും കൂടി വരച്ചാൽ നമുക്ക് 10 മാർക്സിന്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് വേഗം അവസാനിപ്പിക്കാം. ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഇതൊരു അൺസിമെട്രിക്കൽ ഐസെക്ഷൻ ആണ്. അൺസിമെട്രിക്കൽ കഴിഞ്ഞ് നമ്മൾ സിമെട്രിക്കൽ ഐസെക്ഷൻ ചെയ്തു. സിമെട്രിക്കൽ ഐസെക്ഷൻ ചെയ്തപ്പോൾ നമ്മൾ ടോപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തു. ടോപ്പിൽ നമ്മൾ ഇവിടെ ഈ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല, 0 ആണ്. ഈ പോയിന്റിൽ രണ്ട് വാല്യൂസ് ഉണ്ട്, ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ചും ഉണ്ട്, ടോപ്പ് ഓഫ് ദ വെബും ഉണ്ട്. രണ്ടും കാൽക്കുലേറ്റ് ചെയ്തു, ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം ബോട്ടത്തിലെ വാല്യൂ സെയിം തന്നെയാണെന്ന് പറഞ്ഞിട്ട് എഴുതി, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് അൺസിമെട്രിക്കൽ ഐസെക്ഷൻ വരുമ്പോൾ നമ്മൾ ഇതും ഇവിടെ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം, ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യണം, ഇവിടെ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ട് വേറെ വേറെ കാൽക്കുലേറ്റ് ചെയ്യണം, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഈസ് എ സിമെട്രിക്കൽ ഐസെക്ഷൻ സബ്ജക്ട് ടു ലോഡ്. എഫിന്റെ വാല്യൂ വന്നത് 60 kN. ഡ്രോ ദ ഷിയർ സ്ട്രെസ് വേരിയേഷൻ അക്രോസ് ദ സെക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് y ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. സിമെട്രിക് ആണെങ്കിൽ y ബാറിന്റെ ആവശ്യമില്ല, നോർമലി സിമെട്രിക് തന്നെ ചോദിക്കാറുള്ളൂ. പിന്നെ റയർ ആയിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാരെ പോലെ ഇരിക്കും, അയാൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അൺസിമെട്രിക് തന്നോളാം. ഫസ്റ്റ് സ്റ്റെപ്പ് y ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. സോ വിൽ ബി ഡിവൈഡിങ് ദ ടോട്ടൽ ഐസെക്ഷൻ ഇൻടു 3. ടോട്ടൽ 3 ആയി ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ഓക്കെ, മൂന്നായി ഡിവൈഡ് ചെയ്തു. a1 y1 plus a2 y2 plus a3 y3 ഡിവൈഡ് ബൈ a1 plus a2 plus a3. അപ്പോൾ നമുക്ക് a1 എന്ന് പറയുമ്പോൾ 100 into 20, 100 into 20 ആണ് a1ന്റെ വാല്യൂ. 100 into 20 ആണ് a1ന്റെ വാല്യൂ. ആൻഡ് ഹൺഡ്രഡ് ഇൻറ്റു 20 ഇൻറ്റു y1 എന്ന് പറയുമ്പോൾ ഈ കേസിൽ അവരെടുത്തേക്കുന്നത് ഫ്രം ദ ടോപ്പ് തന്നെ എടുത്തേക്കുന്നത്. ഫ്രം ദ ടോപ്പ് ആണ് അവർ മാർക്ക് ചെയ്തേക്കുന്നത്. ഫ്രം ദ ടോപ്പ് ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക്, ഫ്രം ദ ടോപ്പ് ഫസ്റ്റ് സെക്ഷന്റെ സെന്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ടോട്ടൽ 20 ആണ്, അപ്പൊ അതിന്റെ നേരെ പകുതി 10 വരുള്ളൂ. സോ 100 into 20 into 10 ഇത് y1ന്റെ വാല്യൂ. ഓക്കെ, a1. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടല് 200 ആവുന്നുണ്ട്. ടോട്ടലി ദേ ഹാവ് ഗിവൺ ഇറ്റ് ഇസ് 200 വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു 20 ഉണ്ട്, ബോട്ടം ഒരു 20 ഉണ്ട്. രണ്ട് 20 മൈനസ് ചെയ്യുമ്പോൾ 200 മൈനസ് 20 ആയിരിക്കും അതിന്റെ ടോട്ടൽ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് 20. സോ ദിസ് ഈസ് ഈക്വൽ ടു 8. ഇനി y2 എത്ര ആയിരിക്കും? y2 എന്ന് പറയുന്നത് ഫ്രം ദ ടോപ്പ് ഇതിന്റെ സെന്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അപ്പൊ 20 പ്ലസ് 160/2 ദാറ്റ്സ് ഈക്വൽ ടു 100. 20 പ്ലസ് 5 ഇതാണ് y2ന്റെ വാല്യൂ. ഇനി a3 എന്ന് പറയുന്നത് ലാസ്റ്റ് സെക്ഷൻ 150 into 20 ദാറ്റ്സ് ഈക്വൽ ടു a3. ആൻഡ് അതിന്റെ സെന്ററിലേക്ക്, ഇതിന്റെ സെന്ററിലേക്ക് ഫ്രം ദ ടോപ്പ്, ഏറ്റവും ടോപ്പിന് എത്ര ഉണ്ട്? അതായത് 20 പ്ലസ് 160 പ്ലസ് 10 ദാറ്റ്സ് ഈക്വൽ ടു 170 ആയിരിക്കും അതിന്റെ ടോട്ടൽ വാല്യൂ.
സോറി 20 പ്ലസ് 160 180 പ്ലസ് 10 190 ആയിരിക്കും അതിന്റെ ടോട്ടൽ വാല്യൂ. 200 മൈനസ് 10 അങ്ങനെ എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു y3. ടോട്ടൽ നമുക്ക് y ബാറിന്റെ വാല്യൂ 111 മില്ലിമീറ്റർ കിട്ടും. ഇനി നമുക്ക് ഐ കാൽക്കുലേറ്റ് ചെയ്യണം. സിമെട്രിക്കൽ ഐ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു റെക്ടാംഗിളിൽ നിന്ന് 2 റെക്ടാംഗിൾ കട്ട് ചെയ്യുന്ന മോഡൽ നമ്മൾ ചെയ്തിരുന്നു. അത് സിമെട്രിക്കലിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, ഇതിന് അപ്ലിക്കബിൾ പറ്റില്ല. ഇതിൽ നമ്മൾ കൺവെൻഷണൽ മെത്തേഡായ IgG പ്ലസ് എച്ച് ബാർ സ്ക്വയർ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. സോ IgG പ്ലസ് എച്ച് ബാർ സ്ക്വയർ ഫസ്റ്റ് സെക്ഷന്റെ IgG, ഫസ്റ്റ് സെക്ഷൻ റെക്ടാംഗിൾ ആണ്, BD³/12, ബ്രെഡ്ത്ത് 100 ആണ്, ഡെപ്ത് 20 ആണ്, BD³/12 ചെയ്തു. പ്ലസ് ഏരിയ, ഫസ്റ്റ് സെക്ഷൻ ഏരിയ 100 × 20, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ നമ്പർ 1 എന്നിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഏരിയ 100 × 20, അതിന്റെ y1 മൈനസ് y ബാർ, അതിന്റെ y1 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 10 മാർക്ക് ചെയ്തിട്ടുണ്ട്, y ബാർ ഓൾറെഡി 111 ഉണ്ട്, 111 മൈനസ് 10 ഹോൾ സ്ക്വയർ h ബാർ സ്ക്വയർ പ്ലസ് IgG2 സെക്കൻഡ് സെക്ഷന്റെ BD³/12, ബ്രെഡ്ത്ത് 20 ആണ്, ഡെപ്ത് 160 ആണ്, BD³/12 പ്ലസ് h ബാർ സ്ക്വയർ, അതിന്റെ ഏരിയ 160 × 20, h ബാർ y2 മൈനസ് y ബാർ. സോ y2ന്റെ വാല്യൂ 100 ആണ്, പ്ലസ് y ബാർ കിട്ടുമ്പോൾ ഈ വാല്യൂ കിട്ടും. ആൻഡ് തേർഡ് വൺ ഏറ്റവും ബോട്ടം ഫ്ലാഞ്ച്, ബോട്ടം ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് 150 ആണ്, ഡെപ്ത് 20 ആണ്. അപ്പോൾ BD³/12 150 × 20³ / 12 കിട്ടും, പ്ലസ് 150 × 20 × y1 മൈനസ് y, അതിന്റെ y3യുടെ വാല്യൂ 190 ആണ്, y ബാറിന്റെ വാല്യൂ 111 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ ഇത്രയും കിട്ടും. ഇനി അപ്പോൾ അത്ര ഐ കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ Q = FAY/IB എന്നുള്ള ഇക്വേഷൻ. ഇതിൽ നമ്മൾ എഫ് വന്നിട്ടുണ്ട് 25 kN, ബ്രെഡ്ത്ത് അത് ഓരോ സെക്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഐ കാൽക്കുലേറ്റ് ചെയ്തു, AY ബാർ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച്. ഓക്കെ, ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച്. അപ്പോൾ ഇതാണ് ടോപ്പ് ഫ്ലാഞ്ച്, നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഫ്ലാഞ്ച്, അതിന്റെ ബോട്ടം പോർഷൻ, അതിന് ടോപ്പ് പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് 0 ആയിരിക്കും. ഏറ്റവും 2 എൻഡ് പോയിന്റിലും സ്ട്രെസ് 0 ആയിരിക്കും. ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച്, ഇതാണ് ഏരിയ. ഇവിടുത്തെ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് പറയുന്നത് 100 ആണ്. അപ്പൊ അതിന്റെ എബോവ് ഉള്ള ഏരിയ എന്ന് പറയുമ്പോൾ 100 × 20, അതിന്റെ സെന്ററിലേക്ക് ഡിസ്റ്റൻസ്, എന്ന് പറയുമ്പോൾ 100 × 20യുടെ പകുതി 10, അതും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്, അതിന്റെ സെന്ററും ഈ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്, ഇതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ടോട്ടൽ ബാക്കി ഇത് 10 അറിയാം, ന്യൂട്രൽ ആക്സിസ് 111 അറിയാം. റിമൈനിങ് ഇറ്റ് വിൽ ബി 111 മൈനസ് 10 ആയിരിക്കും. ഇത് 111 മൈനസ് 10 ആയിരിക്കും. അപ്പോൾ F = 60 kN, ബ്രെഡ്ത്ത് 100, ഐയുടെ വാല്യൂ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എയുടെ വാല്യൂ 100 × 20, y ബാർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് എബോവ് ഓർ ബിലോ ഉള്ള സെക്ഷന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് y ബാർ. ഇതാണ് എപ്പോഴും എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോർഷൻ y ബാറിന്റെ വാല്യൂ. പലരും നമ്മൾ ഓൾറെഡി മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് y ബാർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ തന്നെ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് ലൈൻ ഓഫ് കൺസിഡർ ചെയ്യുന്നത്, അതിന്റെ എബോവ് ഓർ ബിലോ ഉള്ള സെക്ഷന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്. സെന്ററിന് അത് ചിലർ അങ്ങനെ എടുത്തതും സെൻട്രൽ ഡിസ്റ്റൻസ് വന്നിട്ട് ആ 10 എടുത്തതുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ആ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസും നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിൽ ഗെറ്റ് ദ സ്ട്രെസ് ആസ് 2.61 Nm². അപ്പൊ ഇനി ഇതേ ഇക്വേഷൻ, അതായത് ബോട്ടം ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ചിന്റെ അതേ വാല്യൂസിന് വെക്കും, ബട്ട് ബ്രെഡ്ത്ത് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യും. ബ്രെഡ്ത്ത് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ടോപ്പ് ഓഫ് ദ വെബ് ആയിട്ട് മാറും. ഈ പോയിന്റിൽ തന്നെ ടോപ്പ് ഓഫ് ദ വെബ് ആയിട്ട് മാറും. സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് ഓഫ് ദ വെബ്. അതിലെ ബ്രെഡ്ത്തിന്റെ വാല്യൂ ഇവിടെ 100ന് പകരം ഇവിടെ നമ്മൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കി എല്ലാ വാല്യൂസും സെയിം തന്നെ. സോ വിൽ ഗെറ്റ് എ ലാർജർ സ്ട്രെസ്. ഡിനോമിനേറ്റർ കുറയുമ്പോൾ ടോട്ടൽ വാല്യൂ ഇൻക്രീസ് ആവും, വിൽ ഗെറ്റ് 13.03 Nm². നെക്സ്റ്റ് സ്ട്രെസ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വിൽ കാൽക്കുലേറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ഈ ന്യൂട്രൽ ആക്സിസ് എടുക്കുമ്പോൾ ന്യൂട്രൽ ആക്സിന് എബോവ് ഓർ ബിലോ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതിലിപ്പോ എബോവ് എടുത്താലും ബിലോ എടുത്താലും രണ്ടും നമുക്ക് T സെക്ഷനാണ് വരാം. അപ്പൊ ഏതെടുത്താലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ A1 y1 പ്ലസ് A2 y2 തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പ് അതിന്റെ സെക്ഷൻ രണ്ടായി ഡിവൈഡ് ചെയ്തു. ന്യൂട്രൽ ആക്സിന് എബോവ് സെക്ഷൻ ഇതൊരു സെക്ഷൻ, ഇത് രണ്ടാമത്തെ സെക്ഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ A y ബാർ ഓഫ് ദ ടോപ്പ് ഫ്ലാഞ്ച്
100 into 20 a ആയി. y bar എന്ന് പറയുന്നത് അതും അതിന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്. സോ 1 minus 10. അതായത് നമ്മൾ ഇതാണ് നമ്പർ 1, അതും ന്യൂട്രൽ ആക്സിസ് ഡിസ്റ്റൻസ് 1 minus 10. ഇത് സെക്കൻഡ് സെക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് സെക്കൻഡ് സെക്ഷൻ. ഈ സെക്കൻഡ് സെക്ഷന്റെ ഏരിയ പറയുന്നത് 80 into 80 വരില്ല. ടോട്ടൽ എത്രയാ? ന്യൂട്രൽ ആക്സിസ് 111 ആണ്. ഇത് 20 ആണ്. അപ്പൊ റിമൈനിങ് ഇറ്റ് വിൽ ബി 111 minus 20. ഓക്കെ, അതാണ് അതിന്റെ ഹൈറ്റ്. അതിന്റെ ബ്രെഡ്ത്ത് 20. അപ്പൊ ഏരിയ ആയി. ഇനി y bar എത്ര വരും? ഇത് 111 minus 20 ആണെങ്കിൽ അതിന്റെ നേരെ പകുതി. ഇറ്റ് വിൽ ബി 111 minus 20/2 ആയിരിക്കും അതിന്റെ y2 ന്റെ വാല്യൂ. അപ്പൊ ഇത് രണ്ടും ചെയ്താൽ a y bar ന്റെ വാല്യൂ നമുക്ക് കിട്ടും. Q is equal to F A y bar divided by IB. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ a y bar ഓക്കെ, ന്യൂട്രൽ ആക്സിസിലെ a y bar ഓക്കെ. ഇനി I നമ്മളുണ്ട്. ന്യൂട്രൽ ആക്സിസിന്റെ ബ്രെഡ്ത്ത് എത്രയാ? ന്യൂട്രൽ ആക്സിസിലെ ബ്രെഡ്ത്ത് ന്യൂട്രൽ ആക്സിസിലെ ബ്രെഡ്ത്ത് ഇറ്റ് ഈസ് ഓൺലി 20. അപ്പോൾ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We get the stress as 18.37. ഓക്കെ, നമുക്ക് മുന്നേ സ്ട്രെസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സ്ട്രെസ്സിനായിട്ട് എപ്പോഴും ന്യൂട്രൽ ആക്സിസിലെ സ്ട്രെസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ സാധാ സിമെട്രിക് ആണെങ്കിൽ നമുക്ക് ഇതിൽ സ്റ്റോപ്പ് ചെയ്യാൻ, എന്നിട്ട് ബാക്കി ബോട്ടം സെയിം വാല്യൂ നമ്മൾ എടുത്ത് എഴുതാം. ബട്ട് ഇത് അൺസിമെട്രിക് ആയതുകൊണ്ട് ബാക്കിയും കൂടി ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടം ഫ്ലാഞ്ചിന്റെ ടോപ്പ് അല്ലെങ്കിൽ വെബിന്റെ ബോട്ടം പോർഷൻ, ലോവർ സൈഡ് ഓഫ് ദ സെക്ഷൻ എ വൈ ബാർ. ഓക്കെ, നമ്മൾ അതിന്റെ ബോട്ടം റീജിയന്റെ ഇത്രയും റീജിയന്റെ എ വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും റീജിയന്റെ നമ്മൾ ഈ പോയിന്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ടോപ്പും ബോട്ടവും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും ബോട്ടമാണ് കൺസിഡർ ചെയ്യുക. കാരണം എന്താ? ബോട്ടത്തിൽ റെക്ടാംഗുലർ സെക്ഷൻ ആണ്. നമ്മൾ ഈ ലൈനിന്റെ ടോപ്പിൽ ടി സെക്ഷൻ ആണ്. ടി സെക്ഷൻ അതുപോലെ 2 സ്റ്റെപ്പ് അടിക്കേണ്ടി വരും. ഒരു സ്റ്റെപ്പ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ബോട്ടം സൈഡ് എടുക്കും. ബോട്ടം സൈഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 150 into 20 ആണ് ഏരിയ. ഇനി അതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എനിക്ക് ആവശ്യം. ഇതാണ് y bar എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് y bar. ഇത് എത്രയായിരിക്കും? ഇത് 10 ആയിരിക്കും. ഇത് 111 ആണ്. ടോട്ടല് എത്ര ഉണ്ട്? 200 ഉണ്ട്. അപ്പൊ എനിക്ക് ആവശ്യമുള്ള ഇതാണ്. അപ്പോൾ ടോട്ടൽ 200 നിന്ന് 111 കുറയ്ക്കുക. അതേപോലെ തന്നെ ഈ 10 കൂടി കുറച്ചാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ടോട്ടൽ 200 നിന്ന് 111 10 കുറച്ചാൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് y bar. ഓക്കെ, അതെങ്ങനെ വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് y bar എന്ന് പറയുന്നത്? നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷന്റെ സെന്ററും ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഡിസ്റ്റൻസ് ആണ് y bar എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ കിട്ടി? നമ്മൾ ആ ന്യൂട്രൽ ആക്സിസും ആ സെക്ഷൻ വരയ്ക്കുക, സെക്ഷന്റെ സെന്റർ ഡിസ്റ്റൻസും മെഷർ ചെയ്യുക, എടുത്ത് എഴുതുക. ഒരിക്കലും അതങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാണ്ട് നമ്മൾ നോക്കിയിട്ട് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പൊ 200 വരച്ചു, 111 വരച്ചു, 10 മാർക്ക് ചെയ്തു. y bar എങ്ങനെ കിട്ടി? 111 10 ഒക്കെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് y bar ന്റെ വാല്യൂ 111 ആണ്. ഇതാണ് 111 y bar നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇത് നമുക്ക് ആവശ്യമുള്ള a y bar y bar. അത് കിട്ടാൻ വേണ്ടിയിട്ട് 200 minus 10 minus 111 equal to y bar. ഓക്കെ, ആ വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. 190 minus 111 വരെ എഴുതി. സോ a y bar ന്റെ വാല്യൂ അതായി. Q is equal to F A y bar divided by IB. ഇവിടുത്തെ ബ്രെഡ്ത്ത് അതുപോലെ 2 വാല്യൂസ് ഉണ്ട്. ഒരു ബ്രെഡ്ത്തിന്റെ വാല്യൂ 150 ആണ്, രണ്ടാമത്തെ ബ്രെഡ്ത്തിന്റെ വാല്യൂ 20 ആണ്. അപ്പൊ 2 വാല്യൂസ് ഇടും. ആദ്യം 20 ഇട്ട് കൊടുത്തവര് 20 ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ട്രെസ് കിട്ടി. അടുത്ത ബ്രെഡ്ത്ത് അവര് 150 ഇട്ട് കൊടുത്തു. 150 ഇട്ട് കൊടുക്കുമ്പോൾ അടുത്ത സ്ട്രെസ് കിട്ടി, 2 സ്ട്രെസ്. അപ്പൊ നമുക്ക് ടോട്ടല് 5 സ്ട്രെസ് ആയി. ഈ 5 സ്ട്രെസ് നമുക്ക് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ശേഷം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ശേഷം ഐ സെക്ഷൻ വരയ്ക്കാം. എല്ലാ പോയിന്റിനും സ്ട്രേറ്റ് ലൈൻസ് വരയ്ക്കാം. ഈ പോയിന്റ് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം, ഈ പോയിന്റ് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം, ന്യൂട്രൽ ആക്സിസിന് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം, ഈ പോയിന്റ് വരയ്ക്കാം. ഓക്കെ, ഓരോ പോയിന്റിലും കറസ്പോണ്ടിങ് ആയിട്ട് ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റിൽ 2 പോയിന്റ്, ഈ ലൈനിൽ 2 പോയിന്റ് വരും, അതുപോലെ ഈ ലൈനിലും 2 പോയിന്റ് വരും. ഏറ്റവും ടോപ്പ് സ്ട്രെസ് ന്യൂട്രൽ ആക്സിസിലായിരിക്കും. എല്ലാം സ്മൂത്ത് കർവുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഇത്രയുള്ള ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. ഒരേ ഒരു ഇക്വേഷൻ പഠിക്കാം. Q is equal to F A y bar divided by IB. ഓരോ ടേംസും എന്താണെന്ന് പഠിക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതോടുകൂടി കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ആ മൊഡ്യൂള് കംപ്ലീറ്റ് ആയി.
ഇനി നമ്മൾ ഡിഫ്ലക്ഷൻ ബീംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഡിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ കുറച്ച് ഉപയോഗിക്കേണ്ടി വരും. മാക്സിമം എക്സ് ക്യൂബ് വരെയുള്ള ഇന്റഗ്രേഷൻ, അത്രേ ഉള്ളൂ, അതിന് കൂടുതലൊന്നുമില്ല. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രേഷൻ വരെയുള്ളൂ, അതുവരെ ഇന്റഗ്രേഷൻ. അത് കഴിഞ്ഞ കൊല്ലമൊക്കെ 3 മെത്തേഡ് പഠിക്കാണ്ടായിരുന്നു, ഇക്കൊല്ലം ഒരു മെത്തേഡായിട്ട് അത് കുറച്ചുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, നമുക്ക് നിർത്താം. കാരണം 11:45 വരെ ഞാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ അറ്റൻഡൻസ് എടുത്ത് ഇനി പുതിയ ഇല്ല, ഇനിയിപ്പോ ഒന്നുമില്ല. അപ്പം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ അറ്റൻഡൻസിന്റെ ലിങ്ക് ഇടാം, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി.